നമസ്കാരം, ജിബു മല്ലപ്പള്ളിയാണേ. ഞാൻ ചെറിയൊരു യാത്ര പോയായിരുന്നു. ഞങ്ങൾ ഫാമിലിയായിട്ടൊരു യാത്ര പോയി. ടൂറായിട്ട് പോയതല്ല, ഞങ്ങൾ ജസ്റ്റ് ഞങ്ങളുടെ ഫാമിലി വിസിറ്റിങ്ങിനായിട്ടൊക്കെ ഇങ്ങനെയായിട്ട് പോയതാണ്. പോയ വഴിക്ക് ഈ കോട്ടയം ജില്ലയിൽ അരുവിക്കുഴി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. നിങ്ങൾ പോയിട്ടുണ്ടോ? പലരും പോയിട്ടുണ്ടായിരിക്കും അവിടെ. ഞാൻ അവിടെ പോയിട്ട് ഇതിന് മുമ്പ് ഞാനൊന്ന് പോയതാണ്. അവിടെ പോയപ്പോൾ അന്ന് ഭയങ്കര വെള്ളമൊഴുക്കും സംഭവമൊക്കെ ഉള്ള സമയമായിരുന്നു. അന്ന് നല്ല രസമായിരുന്നു അവിടെ കാണാനൊക്കെ. കഴിഞ്ഞ ദിവസം യാദൃശ്യമായിട്ട് ഒന്നുകൂടെ പോയി. അവിടെ പോയിട്ട് കാണാൻ നല്ല രസം, നല്ല എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഏരിയ. കുറേ നേരം ഒരു നല്ല ക്ലൈമറ്റ്, നല്ല തണുപ്പ് ആസ്വദിച്ച് നമുക്കിങ്ങനെ ഇരിക്കാൻ നല്ല സ്ഥലമാണ്. നിങ്ങൾ സമയം കിട്ടുമ്പോൾ അവിടേക്ക് ഒന്ന് പോകണം കേട്ടോ. നല്ല നമ്മളെവിടെയുണ്ട്, നമ്മുടെ ഈ ദേശത്തും, അതായത് പത്തനംതിട്ട, കോട്ടയം ഇങ്ങനെയുള്ള ഏരിയയിലൊക്കെ അടുത്ത് നല്ല നല്ല സ്ഥലങ്ങളുണ്ട്. നമ്മളതൊക്കെ കാണാതാണ് ദൂരോട്ട് ഓടാൻ നമ്മൾ റെഡിയാകുന്നത്. യാത്ര ചെയ്യുന്നൊരു സുഖമാണ് എന്ന് പറഞ്ഞാലും ഇതിനും കൂടെ ഒന്ന് തയ്യാറാകണം. ഞാൻ കണ്ട കുറച്ച് ഭാഗങ്ങൾ ഞാൻ വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഒന്ന് കണ്ടു നോക്ക്. കോട്ടയം ജില്ലയിൽ പള്ളിക്കത്തോട് എന്ന് പറഞ്ഞ സ്ഥലത്തിനോടടുത്ത് വരുന്ന അരുവിക്കുഴി എന്ന് പറയുന്നൊരു സ്ഥലമാണ് ഞാൻ ഈ കാണിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. നല്ലൊരു സ്ഥലമാണ്, നല്ലൊരു ടൂറിസ്റ്റ് മേഖലയാണ്. ആൾക്കാരൊക്കെ ഒത്തിരി പേര് വരാറുണ്ട്. നമുക്ക് ഒരു പള്ളിയിൽ നിന്ന് തന്നെ തുടങ്ങിയേക്കാം. ഇങ്ങോട്ട് വരുമ്പോൾ, കുറച്ച് ബാക്കിലോട്ട് വരുമ്പോൾ ഇതാ കണ്ടു തുടങ്ങുന്നുണ്ടോ വെള്ളച്ചാട്ടം. വാ, നല്ല മഴയുള്ള സീസണിലൊക്കെ വരാമെന്നുണ്ടെങ്കിൽ നല്ല സീനറിയുള്ള സ്ഥലമാണ് ഇവിടെ കേട്ടോ. ഉണ്ട്, ആസ്വദിച്ചിരിക്കാനും നല്ല ക്ലൈമറ്റും ഒക്കെ ഉള്ള നല്ല തണുപ്പാണ് ക്ലൈമറ്റ്. ഇവിടുത്തെ നല്ല അന്തരീക്ഷമാണ്. ഇവിടെ കൂടുതലും കല്യാണം ഒക്കെ സംബന്ധമായിട്ടുള്ള ഷൂട്ടിങ്, പിന്നെ ഷോർട്ട് ഫിലിമുകൾ, ആൽബം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ കൂടുതൽ ഷൂട്ട് ചെയ്യാൻ ആൾക്കാർ വരാറുള്ള ഒരു ഏരിയ. നല്ല വെള്ളച്ചാട്ടമുള്ളൊരു ഏരിയ. ഒത്തിരി ആൾക്കാർ വരാറുള്ളതാണ്. ഇന്ന് ഞാനിപ്പോൾ വന്ന സമയം എന്ന് പറഞ്ഞത് ഒരു ഉച്ചയോട് കൂടിയുള്ള സമയം ആയതുകൊണ്ടാണ് ഇവിടെ അധികം ആളില്ല. കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുള്ളൂ. അവിടെ ഇവിടെയായിട്ടൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്. പക്ഷേ നല്ല സ്ഥലമാണ് കേട്ടോ. താഴെയൊക്കെ ആൾക്കാർ നിൽപ്പുണ്ട്. വരികയാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ശാന്തമായിട്ട് വരണം. നമ്മുടെ ഇവിടെയൊക്കെ കോട്ടയം ജില്ലയിലും പത്തനംതിട്ട ജില്ലയിലുമായിട്ടൊക്കെ ഇങ്ങനെയുള്ള ചെറിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ നല്ല ഷോ ഉള്ള സ്ഥലമാണ്, കാണാൻ നല്ല രസമുള്ള സ്ഥലങ്ങളാണ്. പക്ഷെ ഇവിടെ നിന്ന് ആസ്വദിക്കാൻ വരാൻ ആൾക്കാർക്ക് വലിയ, നമ്മുടെ ഏരിയയിലോട്ടുള്ള നമ്മുടെ ഇവിടുത്തെ സ്ഥലങ്ങളോടൊന്നും ആൾക്കാർക്ക് വലിയ താല്പര്യമില്ല. ശ്രദ്ധിക്കാതെ കിടക്കുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. എന്നാൽ പലർക്കും അറിയുകയും ചെയ്യാം. ഈ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്ന് പറയുന്നത് പോലെ അവനവൻ്റെ ഏരിയയിലുള്ള സ്ഥലങ്ങൾക്കൊന്നും വലിയ വാല്യൂ കാണത്തില്ല. ഇതൊക്കെ കണ്ടോ, നല്ല മേഖലകളാണ്. ഇവിടെയൊക്കെ വന്ന് നല്ല ഷൂട്ടിങ്ങൊക്കെ ചെയ്യാൻ നല്ല സ്ഥലമാണ്. ഞാനിവിടെ ഇപ്പോൾ രണ്ടാമത്തെ തവണയാണ് വരുന്നത് കേട്ടോ. അത് നമ്മുടെ ഏരിയ മുഴുവൻ കവർ ചെയ്ത് കണ്ടതിന് ശേഷം വേണമല്ലോ നമ്മൾ മറ്റുള്ളിടത്തോട്ട് പോകാൻ. ഇപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ താഴെ കമൻറ്റിൽ അയക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. കമൻറ്റിലിടണം. നല്ലൊരു സ്ഥലമാണ്. വരാൻ താല്പര്യമുള്ളവരൊക്കെ വന്ന് കാണുക, സന്തോഷിക്കുക. ഓക്കെ. ഈ വഴിയിലൂടെ തന്നെ നമുക്ക് ആ വെള്ളം ചാടുന്ന ഭാഗത്തേക്ക്, വെള്ളച്ചാട്ടത്തിൻ്റെ ഏരിയയിലേക്ക് നമുക്ക് പോകാനുള്ള വഴിയുണ്ട് കേട്ടോ. ചെറിയൊരു സ്റ്റെപ്പുണ്ട്. ആ സ്റ്റെപ്പ് വഴി ഇറങ്ങി നമ്മളിങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇറങ്ങി ഈ വെള്ളത്തിനടുത്തൊക്കെ നമുക്ക് പോകാൻ പറ്റും. നല്ല സീനറിയാണ് കേട്ടോ. ഇപ്പോൾ ഈ വെള്ളം ഇത്ര ഇല്ലാതെ ആയിട്ട് പോലും കാണാൻ നല്ല ലുക്കാണ്. വെള്ളം ചാടുന്ന വെള്ളമൊക്കെ ഇറങ്ങുന്ന ഭാഗമൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇവിടെയൊക്കെ വരണം, വന്ന് ഇവിടെയൊക്കെ ഒന്ന് ആസ്വദിക്കണം. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഞാനിപ്പോൾ ഇവിടെ വെള്ളത്തിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുക. ഇവിടെ വന്ന് ഇത് സൂം ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ആ വെള്ളം ചാടുന്നുണ്ടോ, വെള്ളച്ചാട്ടം കണ്ടോ? ആഹാ, അടിപൊളി. നല്ല സീനറിയാണ്. പക്ഷേ നല്ല മഴയൊക്കെ ഉള്ള സമയത്ത് കൊണ്ട് വരണം. നമുക്കൊന്നും കാണാൻ കിട്ടത്തില്ല ഇവിടെയൊക്കെ. ഈ പാറയൊന്നും കാണാനേ കിട്ടത്തില്ല. അതുപോലെ കവർ ചെയ്ത് വെള്ളം ചാടും ഇവിടെയൊക്കെ. അപ്പോൾ ഇത്രയും വറവിൻ്റെ സമയം ആയതുകൊണ്ടാണ് നമുക്കിങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. എന്നാലും അത്യാവശ്യം നമുക്ക് എൻജോയ് ചെയ്യാനുള്ള സംഭവമുണ്ട്. എല്ലാവരും വരിക, ആസ്വദിക്കുക. ഓക്കെ. അപ്പോൾ ശരി, വീണ്ടും കാണാം. ഉളമൈ വീണ്ടും സന്ധിക്കും പറയും വണക്കം. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബായ്.